ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് തിരുവോണ ദിവസമാണ്. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് നിൽക്കുന്നത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് അവിടെ ഓണമായിട്ടൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോവാണ്. ഇന്ന് തിരുവോണമാണ്. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലം തന്നെ കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് പോവാണ്. ഞാനും അനിയനും കൂടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് വരാമെന്ന് കരുതി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. നല്ല രസമുണ്ട്. അപ്പോൾ അമ്പലത്തിനുള്ളിൽ അങ്ങനെ ക്യാമറയൊന്നും അലൗഡ് അല്ല. ഇത് പുറത്ത് ചെറിയൊരു പഴയ ക്ഷേത്രം വീണ്ടും പുനർനിർമ്മിച്ചതാണ്. അപ്പോൾ പുറത്തൊരു ചെറിയൊരു അമ്പലം പോലെ പണിതിട്ടുണ്ട്. അവിടെയാണ് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തിട്ടോ. ഉള്ളിൽ ക്യാമറയൊന്നും അലൗഡ് അല്ല. പിന്നെ അങ്ങോട്ട് കാവൊക്കെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം നിന്ന് അവിടെ നിന്ന് ചുറ്റിക്കിറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയത്. അപ്പോൾ നല്ല വിശപ്പുണ്ട്. ഇനി പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് പരിപാടികളൊക്കെ തുടങ്ങണം. കറിക്കുള്ളതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെക്കുന്നതൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ടുള്ളൊരു പായസം വെക്കുന്നുണ്ട്, അതും കൂടി എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ പായസം എന്ന് പറയുന്നത് ക്യാരറ്റ് പായസമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത്. ഓണസദ്യക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു പായസമാണ് വെക്കുന്നത്. ക്യാരറ്റ് പായസമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാണ്. എനിക്കറിയില്ല കേട്ടോ ഗൈസ്. ഞാൻ എണീറ്റ് നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഒരു ഐറ്റം ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു പായസം പോലെ ഇതിങ്ങനെ സോഫ്റ്റായി വരണമെങ്കിൽ ഒരു സൈസ് ഉണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ അറിയാതെ കൺഫ്യൂഷനായി നിൽക്കായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു സൈസ്. താഴെ മേളിലുള്ള ഒരു ഗ്രേറ്റിംഗ് ആ ഒരു പല്ലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താഴത്തെ നോക്കിയപ്പോൾ തീരെ കുഞ്ഞായിപ്പോയി. പിന്നെ ഞാൻ മുകളിലത്തെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഹൽവയുടെ ആ ഒരു സൈസിൽ കിട്ടി. അപ്പോൾ നമുക്കിനി ജസ്റ്റ് പെട്ടെന്ന് ഞാൻ ഈ ഒരു പായസം ഇപ്പം വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ ചെയ്യാണ്. ബാക്കിയുള്ള കറികളൊക്കെ ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാനത് കുറച്ച് നേരത്തെ ചെയ്ത് വയ്ക്കുകയാണ്. കാരണം ഇത് ഇരുന്നാൽ മാത്രമേ നമുക്ക് കുറുകി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നെയ്യ് ഒഴിച്ചു. എന്നിട്ട് അതിൽ നമ്മൾ കാഷ്യൂനട്ട് ഇട്ടൊന്ന് വറുത്തെടുത്തു. എന്നിട്ട് അത് കോരി മാറ്റിയിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ക്യാരറ്റ് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വെന്ത് വരുമ്പോഴേക്കും അത് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ 2 കവർ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 1 ലിറ്റർ പാലും പിന്നെ അതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചൗവരി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ സേമിയ പായസത്തിലൊക്കെ ചേർക്കുന്ന ചൗവരിയില്ലേ, ഒരു അരമണിക്കൂർ നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് അതൊന്ന് വേവിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ചേർക്കുന്നത് ക്യാരറ്റിൻ്റെ പേസ്റ്റാണ്. അതായത് നമ്മളിവിടെ ടോട്ടലി 4 ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ 2 ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലാതെ നമ്മളൊന്ന് പുഴുങ്ങി മിക്സിയിലൊന്ന് അടിച്ച് പേസ്റ്റാക്കി ചേർത്ത് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോഴേ നമുക്ക് ഈ ഒരു പായസത്തിന് ഒരു ഓറഞ്ചിഷ് ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡ് കിട്ടുള്ളൂ, നല്ലൊരു ടേസ്റ്റും കിട്ടുന്ന അപ്പോഴാണ്. അപ്പോൾ ടോട്ടലി 4 ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു ചൗവരിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വരണം. പായസം കുറച്ചൊന്ന് കുറുകാൻ വേണം. കുഴപ്പമില്ല, നമുക്ക് ഇരിക്കും തോറും ഇത് കുറുകി വരും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ വറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് തിക്കായിട്ട് കിട്ടും. പിന്നെ അതേ നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കാനുള്ളത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു പേടിയായിരുന്നു, ഇനി 1 കപ്പൊക്കെ ചേർത്തിട്ട് ഭയങ്കരമായിട്ട് കൂടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഞാനിത് 8 ടേബിൾ സ്പൂണിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം നോക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നല്ല ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർ ഒന്ന് ടേസ്റ്റ് നോക്കി ചേർക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അങ്ങനെയാണ് ചേർത്തത്. എന്നിട്ട് ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന പിന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഞാനൊരു 3 വലിയ സ്പൂണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്കിപ്പ് ചെയ്യരുത്, നല്ല ടേസ്റ്റാണ് കേട്ടോ.
എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ബ്ലാക്ക് ഡോട്ട് പോലെ കാണുന്നില്ലേ, അത് ഞാൻ ജസ്റ്റ് ക്യാരറ്റ് റോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധ തെറ്റിപ്പോയി. അപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞാണ് എന്ന് വെച്ചാൽ ടേസ്റ്റ് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇങ്ങനെ കരിഞ്ഞ ഒരു കുഞ്ഞു കുഞ്ഞു പൊടികൾ കിടക്കുന്നതാണ് കേട്ടോ, അല്ലാണ്ട് വേറൊന്നുമല്ല. എന്നിട്ട് ഇതേ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന കാഷ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫൈനലി ചേർക്കേണ്ടത് കുറച്ച് ഏലക്കാപ്പൊടിയാണ്. ഏലക്ക ഉണ്ടെങ്കിൽ അതുപോലെ ചേർത്താൽ മതി. ഞാൻ ഏലക്ക എടുത്ത് പൊടിക്കാൻ നോക്കിയതാണ് കേട്ടോ, ഇങ്ങനെ തോല് വാരി കിടക്കുന്നത്. അപ്പോൾ ഏലക്കയുടെ ചെറിയൊരു ഫ്ലേവർ നല്ലതാണ്. അപ്പോൾ ഏലക്കാപ്പൊടി അല്ലെങ്കിൽ ഏലക്ക 1-2 ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ പായസത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ സദ്യയാണ്. അപ്പോൾ അത് ഈ സദ്യക്ക് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ ഇവിടെ റെഡിയാണ്. സാമ്പാർ, പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, പിന്നെ പപ്പടം, അച്ചാറുകൾ എല്ലാം റെഡിയാണ്. അപ്പോൾ ഇത് നമ്മുടെ സദ്യക്കുള്ള കറികളൊക്കെ വിളമ്പാണ്. അപ്പോൾ എല്ലാ കറികളും ഏകദേശം ഇലയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അവിയൽ, പിന്നെ ലാസ്റ്റ് ചോറിടാണ്. അപ്പോൾ നമ്മുടെ ഈ ട്രിവാൻഡ്രം സൈഡൊക്കെ ഒരു പരിപ്പ് എന്ന് പറയുന്നൊരു കറി ഉണ്ടാവും. ബാക്കിയുള്ളിടങ്ങളിലൊക്കെ ആദ്യമേ സാമ്പാറാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാൻ ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഒഴിച്ച് വെക്കേണ്ടത് പരിപ്പാണ്. അതായത് നമ്മുടെ ചെറുപയർ വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് പപ്പടത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് വിളമ്പുന്നതിന് മുന്നേ വെച്ച് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. മീൻസ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നതിന് മുന്നേ ഒരു ഇല നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട്. അതായത് മാവേലിക്ക് വന്ന് കഴിക്കാനുള്ള ആ ഒരു ഇതിനൊക്കെ ആ ഒരു ഐതിഹ്യത്തിലാണ് കേട്ടോ, എന്നിട്ടേ നമ്മൾക്ക് കഴിക്കാറുള്ളൂ. അപ്പോൾ അതായത് ബീട്രൂട്ട് തോരനും വിളമ്പാണ്. അപ്പം ശരിക്കും ഐഡിയലി നമ്മൾ മറ്റേ ക്യാബേജ് തോരനാണ് കേട്ടോ. അപ്പം ബീട്രൂട്ട് നമ്മൾ കിച്ചടി ഉണ്ടാക്കാനായിട്ട് മേടിച്ചപ്പോൾ അത് തന്നെ തോരനും വെച്ചു. എന്നിട്ട് നമ്മുടെ ഉപ്പേരിയും ചിപ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം, നമ്മുടെ പരിപ്പ് കറി. നല്ല ടേസ്റ്റാണ് കേട്ടോ പപ്പടത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് കുറച്ച് പന്തിയിൽ ചോറിടുമ്പോഴാണ് നമ്മൾ സാമ്പാർ രണ്ടാമത്തെ റൗണ്ടിലാണ് വരുന്നത്. എന്നിട്ടിതേ കല്യാണങ്ങളിലൊക്കെ ഇതുപോലെ നെയ്യ് ചേർക്കാറുണ്ട് നമ്മുടെ ഇലയിൽ, അതായത് ആ ചോറിൽ ഇങ്ങനെ നെയ്യ് ഒഴിച്ച് തരാറുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട്, നമ്മൾ സാധാരണ വീടുകളിൽ അങ്ങനെ നെയ്യ് ഒഴിക്കാറില്ല, എന്നാലും നല്ല ടേസ്റ്റാണ് ഒരു നെയ്യുടെ ഫ്ലേവർ വരുമ്പോൾ. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും ഇരുന്നു സദ്യ കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, കറികളെല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾ തന്നെയാണ് വെച്ചത്. എന്നിട്ട് സ്വയം പറയുകയാണെന്ന് വിചാരിക്കരുത്, എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് അടിപൊളിയാണ്. അതിപ്പോൾ ഈ ഓണത്തിനും അതുപോലെ തന്നെ കർക്കിടക വാവിനൊക്കെ കിട്ടാറുള്ളൂ. ഇങ്ങനെ സദ്യയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് കണ്ടില്ലേ, ഫുള്ള് കഴിച്ച് തീർത്തു, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു കുട്ടി ഓണവിശേഷം, തിരുവോണ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ തിരുവോണത്തിന് എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെയായിരിക്കും. പിറ്റേ ദിവസം മുതലേ ബന്ധുക്കളുടെ വീട്ടിലും ഒക്കെ പോകാറുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി പായസമൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം നേരുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.